ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും 2 കപ്പലുകൾ പിടികൂടുകയും ചെയ്തിരിക്കുകയാണ്. ആ കപ്പലുകൾ പിടികൂടുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇറാൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ കപ്പലിൽ കയറുന്നതും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുമെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. MSC എന്നറിയപ്പെടുന്ന കപ്പലാണ്. രണ്ടും MSCയുടെ തന്നെയാണ്. ഒരു കപ്പൽ ഇന്ത്യയിലെ ഗുജറാത്തിലേക്ക് വരുന്ന കപ്പലാണ്, രണ്ടാമത്തേത് ശ്രീലങ്കയിലേക്കുള്ളതാണ്. ആ കപ്പലിന് നേരെ അതിലേക്ക് കയറാൻ പറ്റിയ ഭാഗത്തേക്ക് നേരെ സ്പീഡ് ബോട്ട് വളരെ വേഗതയിൽ എത്തുന്നു. ഉടനെ തന്നെ അവിടെ കയറാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അവിടെ നേരെ ഒരു ലാഡർ വെച്ച് കൊടുക്കുന്നു. കപ്പലിനകത്തേക്ക് കയറി അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 2 കപ്പലുകളെയാണ് അവർ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നതിൻ്റെ ചിത്രമാണ്, വീഡിയോ ആണ് ഇപ്പോൾ IRGC പുറത്തുവിട്ടിട്ടുള്ളത്. മറ്റൊരു കപ്പൽ കൂടെ സമാനമായ രീതിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് 2 കപ്പലുകളാണ്. ഒന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലാണ്, രണ്ടാമത്തേത് ശ്രീലങ്കയിലേക്കുള്ളതാണ്. ഈ കപ്പലുകൾ അതിൻ്റെ ഡയറക്ഷനിൽ കൃത്രിമം കാണിച്ചു എന്നാണ്, അതിൻ്റെ ഇൻഫർമേഷൻ നൽകുന്നതിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലുള്ള അവരുടെ ഉപാധികൾ, കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ, പ്രത്യേകിച്ച് അവർ ആവശ്യപ്പെടുന്ന ഫീസ് അത് നൽകിക്കൊണ്ടായിരിക്കണം കപ്പലുകൾ പോകേണ്ടത്. പക്ഷേ അതില്ലാതെ കൃത്രിമം കാണിച്ചുകൊണ്ട് ആണ് ഈ ലൈബീരിയൻ പതാകയുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് വഴി നീങ്ങാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കപ്പലുകളെ പിടികൂടിയിരിക്കുന്നത്. അതുപോലെ 3 കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ഇറാൻ സേസ് ഇറ്റ് സീസ് 2 ഷിപ്സ് നിയർ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് 2 കപ്പലുകളെ പിടികൂടിയതായി റവല്യൂഷണറി ഗാർഡ് അറിയിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഇന്ത്യയിലുള്ള ഗുജറാത്തിലേക്കായിരുന്നു ഇതിന്റെ നീക്കമെന്ന്. മറ്റൊരു കപ്പൽ അത് ശ്രീലങ്കയിലേക്കുമായിരുന്നു. ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് ദി നെസസറി പെർമിറ്റ്സ് ആൻഡ് ടെമ്പറിംഗ് വിത്ത് നാവിഗേഷൻ സിസ്റ്റം, അതായത് നാവിഗേഷൻ സിസ്റ്റത്തിൽ കൃത്രിമം കാണിക്കുകയും അതുപോലെ പെർമിറ്റ് ലഭിക്കാതെയുമാണ് ഈ കപ്പലുകൾ നീങ്ങാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് പിടികൂടിയത് എന്നാണ് ഇപ്പോൾ ഇതിന് കാരണമായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്.